ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രിയുടെ തറവാടാണ്. തിരുമേനി പറയുകയാണ്, എന്തോ ദുർനിമിത്തം കൊണ്ട് മാത്രമാണ് ഗായത്രി ദേവിയുടെ മരണം നടന്നത്. ഈ തലമുറ നിലനിർത്തിയേ പറ്റൂ. അതിനുവേണ്ടിയുള്ള പൂജ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് പാർവതിയുണ്ട്. പാർവതിക്ക് ഉദയനൂരമ്മയുടെ അനുഗ്രഹം ആവോളമുണ്ട്. അതുകൊണ്ട് തന്നെ പാർവതിയാകും ഈ പൂജ നടത്താൻ ഏറ്റവും യോഗ്യ. അതുമല്ല, പാർവതി ഇന്നത്തെ ദിവസം പൂജ ചെയ്താൽ സന്താന സൗഖ്യങ്ങളാൽ ഐശ്വര്യം നിറഞ്ഞു നിൽക്കും ഈ തറവാട്ടില്. അങ്ങനെ പാർവതിയെ പറ്റി തിരുമേനി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി. എല്ലാവർക്കും പാർവതിയെ തന്നെയാ വേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പല്ലവി നിൽക്കുമ്പോ, എന്താ പല്ലവി, എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് വിപിൻ വരികയാണ്. ഇവിടെയുള്ളവരുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. എന്താ പല്ലവി, താൻ കാര്യം പറയാൻ വിപിൻ പറയുമ്പോ പല്ലവി പറയുകയാണ്, ഇവിടെയുള്ളവർക്ക് എന്തിനും ഏതിനും പാർവതിയെ മതി. അതൊക്കെ നല്ല കാര്യമല്ലേ പല്ലവി? പാർവതിയെ ഇവിടെയുള്ളവര് ഗായത്രി അമ്മയ്ക്ക് തുല്യമായിട്ടാ കാണുന്നത്. പ്രത്യേകിച്ചും പല്ലവിയുടെ സ്വന്തം ചേച്ചിയല്ലേ പാർവതി. അപ്പോ പല്ലവി കാര്യത്തിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്. ഇവിടുത്തെ വംശം നിലനിർത്താനായി എന്തോ വലിയ പൂജ നടത്താൻ പോകുന്നു. ആ പൂജ നടത്തുന്നതും പാർവതി തന്നെയാ. പല്ലവി, പാർവതി നമ്മുടെ ജീവിതം നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിനക്ക് പാർവതിയോട് ഇത്രയും ദേഷ്യമൊന്നും വേണ്ട. മനസ്സിലെ നെഗറ്റീവ് എല്ലാം മാറ്റിവെച്ചിട്ട് വേഗം പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ നോക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് വിപിൻ പോകുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് പല്ലവി. പിന്നീട് കാണിക്കുന്നത് പാറുവിനെയും വിശാലിനെയുമാണ്. പൂജയ്ക്കായി വിശാൽ ഒരുങ്ങി നിൽക്കുമ്പോ പാറു അങ്ങോട്ടേക്ക് വരികയാണ്. അല്ല, നീ ഒരുങ്ങിയില്ലേ എന്ന് വിശാൽ ചോദിക്കുമ്പോ, ഒരുങ്ങാൻ പോവുകയാണെന്നും എനിക്ക് അധികം സമയമൊന്നും വേണ്ടെന്നും പാറു പറയുന്നു. അല്ല, നീ എന്താ ഈ സാരിയാണ് ഉടുക്കാൻ പോകുന്നത്? ഞാൻ നിനക്ക് സമ്മാനമായി തന്നില്ലേ അന്ന് ഒരു പച്ച പട്ടുസാരി? അതുടുക്കാൻ വിശാല് പറയുമ്പോ പാറു പറയുകയാണ്, സാർ എന്നോട് ക്ഷമിക്കണം. ആ സാരി കണ്ടപ്പോ പല്ലവിക്ക് അത് കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരാഗ്രഹം. പിന്നെ ആഗ്രഹം പറഞ്ഞപ്പോ ഞാൻ ആ സാരി അങ്ങ് കൊടുത്തു. എനിക്ക് മനസ്സൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളൊരു കാര്യം ചോദിക്കുമ്പോ എങ്ങനെയാ കൊടുക്കാതിരിക്കുക? ഞാൻ അവളോട് ഒന്ന് രണ്ട് വട്ടം തരില്ലെന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ അവള് വാശി പിടിച്ച് വാങ്ങിച്ചു. താൻ എന്താണെങ്കിലും ഇപ്പോ പൂജയ്ക്ക് റെഡിയായിട്ട് വാ. തനിക്ക് അതുപോലത്തെ ഒരു സാരി ഞാൻ വീണ്ടും വാങ്ങിത്തരാം. അത്രയും പറഞ്ഞുകൊണ്ട് വിശാല് പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പൂജ നടക്കുന്ന സ്ഥലമാണ്. എല്ലാവരും പൂജയ്ക്കായി അവിടെ കൂടി നിൽക്കുകയാണ്. അതേസമയം വിശാലും പാറുവും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോ തിരുമേനി പറയുകയാണ്, ഇനിയിപ്പോ പൂജ തുടങ്ങിയാലോ? ആദ്യം വിളക്ക് തെളിയിക്കാം. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ മംഗളകർമ്മങ്ങൾക്കും ആദ്യം വിളക്ക് തെളിയിക്കുന്നത് പ്രഭാവതി അമ്മയാണ്. അമ്മ തന്നെ തിരി കൊളുത്തട്ടെ എന്ന് വിശാല് പറയുമ്പോ പ്രഭാവതി മുന്നോട്ട് വരുന്നു. ഇത് കേൾക്കുന്ന തിരുമേനി പറയുകയാണ്, ഇല്ല, അതൊന്നും പറ്റില്ല. ഇവിടെ ഇപ്പോ ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് ഇന്നുള്ളത് പാർവതിയാണ്. അതുകൊണ്ട് പാർവതിയുടെ കൈകൊണ്ട് തന്നെ വേണം വിളക്ക് തെളിയിക്കാൻ. അതാണ് കീഴ്വഴക്കമെന്ന് തിരുമേനി പറയുമ്പോ അതൊന്നും പറ്റില്ലെന്ന് പ്രതാപനും പറയുന്നു. പ്രതാപ, ഒരു തർക്കം വേണ്ട. കീഴ്വഴക്കങ്ങൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നടക്കട്ടെ. തിരുമേനിയുടെ വാക്കുകൾ എന്താണെങ്കിലും ധിക്കരിക്കണ്ട. പ്രഭാവതി വിളക്ക് കൊളുത്തണ്ട. പാർവതി തന്നെ അത് ചെയ്താ മതി. എന്താ പ്രഭാവതി, അത് പോരെയെന്ന് ഗോപിനാഥൻ ചോദിക്കുമ്പോ അത് മതിയെന്ന് പ്രഭാവതിയും പറയുന്നു. ഇത് കേൾക്കുന്ന പല്ലവി മനസ്സിൽ പറയുകയാണ്, കഷ്ടം തന്നെ. ഇപ്പോ പ്രഭാവതി അമ്മയ്ക്കും ഈ കുടുംബത്തില് ഒരു നിലയും വിലയുമില്ല. അങ്ങനെ വിശാലിനെയും പാറുവിനെയും പൂജയ്ക്കായി ഇരുത്തുകയാണ് തിരുമേനി. അല്ല, ആദ്യം ഗണപതി പൂജ നടത്തേണ്ടത്. ഇവിടെ ഗണപതിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഒന്നുമില്ലേ എന്ന് തിരുമേനി ചോദിക്കുമ്പോ, ഉണ്ടാകുമെന്നും ഞങ്ങൾ ചിലപ്പോൾ ഒതുക്കിയപ്പം പഴയ ഏതെങ്കിലും പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ടാകുമെന്നും അയാൾ പറയുകയാണ്. ഇത് കേൾക്കുന്ന പാറു ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് തിരയാനായി പോകുന്നു. അങ്ങനെ പാറു ഒരു പെട്ടി തുറക്കുകയും അതിൽ നിന്ന് ഓരോ ചിത്രങ്ങളായി മാറ്റുകയും ചെയ്യുന്നു. അതിൽ അവസാനത്തേതായിരുന്നത് ഗായത്രിയുടെയും ഗോപിനാഥിന്റെയും കൈരേഖയായിരുന്നു. പാറു അത് കാണാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന ഗാർഗി ഗണപതി വിഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞ് പാറുവിനെ വിളിച്ചുകൊണ്ടു പോവുകയാണ്. പാർവതിയെ കൊണ്ട് വിളക്ക് തെളിയിച്ചതിന് ശേഷം എല്ലാവർക്കും ആരതി ഒഴിയാൻ കൊടുക്കാൻ തിരുമേനി പറയുന്നു. അങ്ങനെ എല്ലാവർക്കും ആരതി ഒഴിയാൻ കൊടുത്തതിന് ശേഷം പാറു അവിടെ വന്നിരിക്കുമ്പോൾ പാറുവിന്റെ ദേഹത്തേക്ക് ഉദയനൂരമ്മ പ്രവേശിക്കുകയാണ്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വാളെടുത്ത് പാറു നൃത്തം വെക്കുകയാണ്. അതേസമയം ഇത് കണ്ടുകൊണ്ട് പ്രഭാവതി ചിരിക്കുമ്പോ പെട്ടെന്ന് പാറു തിരിയുമ്പോ സാക്ഷാൽ ദേവി മുന്നിൽ നിൽക്കുന്നത് പോലെ പ്രഭാവതിക്ക് തോന്നുന്നു. തുടർന്ന് പ്രഭാവതി അലറുമ്പോ രൗദ്രഭാവത്തിൽ പാർവതി ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരുമല്ലേ ഗായത്രി ദേവിയെ കൊന്നത്? ചോരയ്ക്ക് ചോര, പ്രാണന് പ്രാണൻ. ഇതൊക്കെ കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഭയത്തോടെ നിൽക്കുകയാണ്. രണ്ടിന്റെയും പ്രാണൻ ഞാൻ ഇന്നെടുക്കുമെന്ന് പറഞ്ഞ് പ്രഭാവതിയുടെയും പ്രതാപന്റെയും നേരെ വാള് വീശുകയാണ് പാർവതി. പെട്ടെന്ന് തിരുമേനി വിശാലിന്റെ കയ്യിലേക്ക് ഒരു തീർത്ഥം കൊടുക്കുകയും പാർവതിയുടെ ദേഹത്തേക്ക് തളിക്കാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ തളിക്കുമ്പോൾ
പാർവതിയുടെ ദേഹത്തു നിന്നും ഉദയനൂരമ്മ പോവുകയാണ്. തുടർന്ന് വിശാൽ പാറുവിനെ പിടിച്ച് അവിടെ ഇരുത്തുന്നു. തിരുമേനിക്ക് വാളും തിരികെ കൊടുക്കുന്നു. തുടർന്ന് തിരുമേനി പറയുകയാണ്, പാർവതി, നിന്നെ ഉദയനൂരമ്മ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അനുഗ്രഹം കൊണ്ടാണ് നീ ഇവിടെ ഉറഞ്ഞു തുള്ളിയത്. ഇതാണെങ്കിലും പാർവതിക്കും ഈ കുടുംബത്തിനും എപ്പോഴും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നും തിരുമേനി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പോകാനായി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന പ്രതാപനെയാണ്. എന്താണെങ്കിലും വിശാലിനും പാർവതിക്കും ആ കൈരേഖയൊന്നും കിട്ടിയില്ലല്ലോ. സമാധാനമായി. ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് തിരികെ പോകണമെന്ന് പ്രതാപൻ പറഞ്ഞിട്ടും പ്രഭാവതി അനങ്ങാതെ നിൽക്കുകയാണ്. എന്താ ചേച്ചി, ചേച്ചി വരുന്നില്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോ പ്രഭാവതി പറയുകയാണ്, എടാ പ്രതാപ, പോകുന്നതിന് മുമ്പേ നമുക്ക് ഈ വീടിനൊന്ന് തീ വെക്കണം. ഇത് കേൾക്കുന്ന പ്രതാപൻ ഞെട്ടലോടെ ചോദിക്കുകയാണ്, എന്താ ചേച്ചി പറഞ്ഞത്, തീ വെക്കാനോ? അതെ, ഞാൻ അത് തന്നെയാ പറഞ്ഞതെന്ന് പ്രഭാവതി പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.